കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് കേരളത്തിൽ 2 മന്ത്രിമാരെ എടുത്തപ്പോൾ ഞാൻ പറയട്ടെ, കേന്ദ്ര മന്ത്രിസഭയിൽ ന്യൂനപക്ഷങ്ങൾ ധാരാളം ഉണ്ട്. ജയിക്കാത്ത ആളെ ഇപ്പം ഞങ്ങൾ ആക്കിയില്ലേ? സീറ്റ് വിഭജനം ജയിക്കാൻ വേണ്ടിയല്ലേ? 20 സീറ്റിൽ പിന്നെ മായാവതി മുസ്ലിങ്ങളെ മത്സരിപ്പിച്ചു. ഇപ്പം മായാവതി പറയാണ് ഇനി ഒരു മുസ്ലിമിനെ ഞാൻ ഉത്തർപ്രദേശിൽ മത്സരിപ്പിക്കില്ല. എന്നോട് ചൂടായിട്ട് കാര്യമല്ല, ഞാൻ പറഞ്ഞതല്ല. അല്ല, നല്ലതല്ല ഞാൻ പറഞ്ഞു. ഞാൻ അതാണ് പറഞ്ഞത്. നമ്മൾ കേരളത്തെ പറ്റിയല്ലേ എനിക്ക് പറയാൻ പറ്റും. ഇപ്പം ഞാനൊരു കേരളത്തിൻ്റെ ഒരു പാവപ്പെട്ട പ്രസിഡന്റ് അല്ലേ. നിങ്ങൾ ഈ വലിയ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാലേ എങ്ങനെ? അല്ല, അതെ, ശരിയല്ല. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അപ്പോൾ അല്ലല്ല, ഞങ്ങളെ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ബാക്കി അതിപ്പോൾ ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്, കുറേ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. പിന്നെ ബാക്കി കുറച്ച് കേന്ദ്രം. അല്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. ഏതൊരാൾക്കും അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ എവിടെ ഇരിക്കണം എന്ന് പറയാൻ എനിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രമുഖ ചാനലിന് നൽകിയ എൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. അവർ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ ഒന്ന് തന്നെയാണ്. എല്ലാവരും ആഗ്രഹിക്കും. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്, അവിടെ തന്നെ നിൽക്കുക എന്നുള്ളത്. അല്ല, നിങ്ങൾ ശ്യാമന് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അവിടെ തന്നെ നിൽക്കുക. എല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവിടെ തന്നെ നിൽക്കുക. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക. ഇനിയും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് അതിൽ വേറൊരു ഭാഷ പറയാനില്ല. അതല്ല ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ചത്. എന്താണ് നീ കൂടുതൽ എന്താ പറയേണ്ടത്? അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അവർ ആരംഭിക്കാൻ പോകുന്നത്. അതിനെ തടയിടുക എന്നുള്ളതാണ് ഞങ്ങളെ എമർജ് ചെയ്ത് വരുന്ന ഒരു മുന്നണി എന്നുള്ള നിലയിൽ. അതൊന്നും ഇപ്പം പ്രവചിക്കാനായിട്ടില്ല. ഇപ്പോഴും ഇപ്പോൾ ഒരു ട്രൈപോളാർ കോൺടെസ്റ്റിലേക്ക് കേരളം വന്നിരിക്കുകയാണ്. അല്ലാതെ പിന്നെ അവർക്കൊക്കെ എല്ലാവർക്കും പദവികൾ നൽകി, പദവികളല്ല ചുമതലകൾ. ഞങ്ങളുടെ പാർട്ടിയിൽ പദവിയില്ല, ചുമതലകൾ നൽകി എല്ലാവരെയും ഒരുമിപ്പിച്ച് ഒരു റിയാലിറ്റി എല്ലാവരും ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. എന്താണ്? ശക്തമായി വീറോടെ പൊരുതി മുന്നോട്ട് പോയാൽ ഫലം കൊയ്യാൻ സാധിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികളുണ്ടാവും. മുരളീധരനെ ഞാൻ ക്ഷണിക്കുകയാണ്. അല്ല, മുരളീധരൻ ഒന്നും കൂടി വരട്ടെ എന്ന് പാലക്കാടേക്ക്. മുരളീധരൻ എല്ലായിടത്തും BJPയെ തോപ്പിക്കാൻ വരുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണമാണല്ലോ പണ്ട് പോലെ ഉണ്ടായിരുന്നത്. വരട്ടെ, പാലക്കാടേക്ക് വരട്ടെ. അല്ല, അങ്ങനെയാണല്ലോ പുള്ളി പറയുന്നത്. ഞാനൊരു ഭയങ്കര ആളാണ്, ആണ്ടി വലിയ ആളാണ്, ആണ്ടി വന്നാൽ തൃശ്ശൂരിൽ പിന്നെ സുരേഷ് ഗോപി തോൽക്കും, ആണ്ടി വലിയ അടിക്കാരനാണെന്ന് പറഞ്ഞാണ് പുള്ളി വരുന്നത്. അതിന് ഞാൻ പറഞ്ഞതുകൊണ്ട് പാലക്കാട് ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് വരുന്നെങ്കിൽ വരട്ടെ. ഇത് രണ്ടും ചേരുമ്പോഴാണ് വിജയിക്കുന്നത്. അതിനല്ലേ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്? അല്ലെങ്കിൽ ഒരു ചിഹ്നം മാത്രം നിർത്തിയാൽ പോരെ? എന്തിനാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്? സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായിട്ടുള്ള മികവും പാർട്ടിയുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകുമ്പോഴാണ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത്. നമ്മളിവിടെ ലോക്സഭയിലേക്കൊന്നും സ്വതന്ത്രന്മാർ മത്സരിച്ച് ജയിച്ച പതിവില്ല. പണ്ട് KK നായരൊക്കെ നിയമസഭയിലേക്ക് ജയിച്ചിട്ടുണ്ട്. പക്ഷേ സ്വതന്ത്രന്മാർ നിന്നിട്ട് ജയിക്കുന്ന പതിവ് നമ്മളെ കേരളത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായിട്ട് നല്ല മികവുണ്ട് എന്നുള്ളതല്ല ഇന്നലെ ടീച്ചർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ശാരദ ടീച്ചർ, നിങ്ങൾ ആ വാക്കുകളിലെ ശരിയല്ലേ? അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾക്ക് പേഴ്സണലി എത്രമാത്രം സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ഇങ്ങനത്തെ എത്രയോ ആയിരക്കണക്കിന് അമ്മമാരുണ്ട്. ആ ടീച്ചറുടെ വാക്കുകളിൽ നിന്ന് വളരെ വളരെ വ്യക്തമല്ലേ? പിന്നല്ലാണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും ദുർബലന്മാരെ നിർത്തിയിട്ടുണ്ടോ? അല്ല, ജയരാജൻ സാർ തന്നെ പറഞ്ഞു, AP ജയരാജൻ തന്നെ പറഞ്ഞില്ലേ? ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങൾ പറയും. ഞങ്ങൾ കരുത്തന്മാരായ ആളെ എല്ലാം നിർത്തുന്നുണ്ട്. AP ജയരാജൻ തന്നെ പറഞ്ഞില്ലേ നല്ല സ്ഥാനാർത്ഥികളാണെന്ന്? വയനാട്ടിൽ ഇതുവരെ മോശം ആൾക്കാരെയും മത്സരിച്ചിരുന്നോ? അല്ല, എത്ര തെരഞ്ഞെടുപ്പുണ്ട്? രശ്മിൽനാഥ് നല്ല സ്ഥാനാർത്ഥിയായിരുന്നു, തുഷാർജി നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. എൻ്റെ ഞാൻ പറയുന്നില്ല, അത് ആണ്ടി പോലെയായി പോകും. എല്ലാ മണ്ഡലത്തിലും നല്ല സ്ഥാനാർത്ഥികളുണ്ടാവും. അല്ല, അത് ഞാനല്ലല്ലോ, അവിടെ നിന്നല്ലേ തീരുമാനം.
അവിടുന്ന് കടലിൽ ചാടാൻ പറഞ്ഞാലും ചാടുമല്ലോ, മരം കയറാൻ പറഞ്ഞാലും കയറുമല്ലോ. അതാണ് ഞങ്ങളെ പാർട്ടി. നിങ്ങൾ എന്ത് എഴുതിയിട്ടും കാര്യമില്ല. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായിട്ട് ധാരാളം ആരോപണങ്ങളും ആക്രമണങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം. സുരേഷ് ഗോപിക്കെതിരെ ആണെങ്കിൽ ഒരു കൊല്ലം മുമ്പ് തന്നെ അത്തരം ആരോപണങ്ങൾ വന്നു. അദ്ദേഹത്തെ കൽക്കത്തയിലേക്ക് തട്ടുകയാണ് സുരേന്ദ്രൻ, ഇവിടെ സീറ്റ് കൊടുക്കില്ല. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മോശമായ രീതിയിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തി എന്നുള്ള ആരോപണം വന്നു. പല ആരോപണങ്ങളും വന്നു. അനിൽ ആൻ്റണിക്കെതിരെ ആരോപണം വന്നു, ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണം വന്നു, രാജീവ് ചന്ദ്രശേഖർജിക്കെതിരെ ആരോപണം വന്നു. അപ്പോൾ രാഷ്ട്രീയത്തിലെ എതിരാളികളും ചില മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം അത്തരം ആരോപണങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയുണ്ടായി. നേരിട്ട് വന്ന അത്തരം ആരോപണങ്ങളെല്ലാം പാർട്ടി പ്രവർത്തകർ അവരുടെ സർവശക്തിയും എടുത്തിട്ട് അതിനെല്ലാം പരാജയപ്പെടുത്തി. ഈ ആരോപണങ്ങളെല്ലാം നേരിടാൻ സജ്ജരായ രീതിയിൽ രാഷ്ട്രീയം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പക്ഷേ ഏറെ വേദനാജനകമായ ഒരു കാര്യം, സ്വന്തക്കാരാണെന്ന് നടിക്കുന്ന ചില ആളുകൾ നടത്തിയ ഏറ്റവും നീചമായിട്ടുള്ള പ്രചരണങ്ങളായിരുന്നു. ആ പ്രചാരണം BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഏതൊരു യുദ്ധമുഖത്തും എതിരാളികളുടെ ഏത് ആക്രമണത്തെയും നേരിടാൻ സജ്ജരായി നിൽക്കുന്ന പടയാളികൾക്ക് സ്നേഹം നടിച്ചു വരുന്ന ആളുകൾ നടത്തുന്ന ഇത്തരം നീചമായ പ്രചരണങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരനെയും പരാജയപ്പെടുത്താൻ സംസ്ഥാന BJP നേതൃത്വം പരിശ്രമിക്കുന്നു എന്ന് ആവർത്തിച്ച് ചില ആളുകൾ പറഞ്ഞു. അത് പ്രോത്സാഹിപ്പിച്ചാൽ, അതിന് എൻഡോഴ്സ്മെന്റ് കൊടുത്താൽ ഇനി വരുന്ന പ്രസിഡന്റുമാർക്കും ഭാവിയിലെ തെരഞ്ഞെടുപ്പുകൾക്കും എല്ലാം അത് വലിയ ദോഷം ചെയ്യും.